ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി കിട്ടാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മുടെ യാത്ര തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന ഗ്രാമത്തിലേക്കാണ്. നമ്മുടെ നാടായ നെയ്യാറ്റിൻകരയിൽ നിന്നും 26 കിലോമീറ്ററാണ് അമ്പൂരിക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ 40 കിലോമീറ്ററാണ് അമ്പൂരി എന്ന ഗ്രാമത്തിലേക്കുള്ളത്. അമ്പൂരി എന്ന് പറയുന്നത് തനി നാടൻ ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ ഭംഗി നമ്മൾ നേരിട്ട് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നെയ്യാറിൻ്റെ വൃഷ്ടിപ്രദേശമായ ഈ അമ്പൂരി കാണാനെത്തുന്നവർക്ക് വലിയൊരു ദൃശ്യവിരുന്നാണ് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നത്. മലകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ വയനാടിനെ പോലെ തന്നെ ഈ അമ്പൂരിക്കും പറയാനുണ്ട് ഒരു ദുരന്ത കഥ. ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് 2001 നവംബർ 9 അമ്പൂരിയെ ഞെട്ടിച്ചുകൊണ്ടൊരു ഉരുൾപൊട്ടലുണ്ടായി. അന്ന് 24 പേരാണ് മരണമടഞ്ഞത്. എന്തായാലും ഒരിടത്തും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇതാണ് അമ്പൂരി ടൗൺ. ഇവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രകൃതിയുടെ ദൃശ്യമനോഹര ഭംഗി നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിയൊക്കെ കുറച്ച് മോശമാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അമ്പൂരിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗ്രാമഭംഗി എടുത്തു പറയേണ്ടതാണ്. എവിടെ നോക്കിയാലും ആ ഒരു പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഉള്ളിലേക്ക് കയറി ഒരു 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്പൂരി പാലത്തിലെത്തും. പാലം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാലമൊന്നുമില്ല, കഷ്ടിച്ചൊരു ഓട്ടോ പോകും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അതിൽ കൂടെ പോകുന്ന ഒരു ഫീല് വല്ലാത്തൊരു ഫീലാണ്. ചിലപ്പോൾ നമുക്ക് താഴോട്ടൊക്കെ വീണ് പോകുമെന്ന് തോന്നിപ്പോകും. സൂക്ഷിച്ച് പോയാൽ മതി. പാലത്തിലൂടെ സഞ്ചരിച്ച് ചെന്നെത്തുന്നത് ഒരു ചായക്കട ഫ്രണ്ടിലാണ്. കട കണ്ടോടെ വിഷ്ണു ചായ കുടിക്കാൻ കയറിയിരുന്നു. ചായയും ചെറു കടികൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു കട മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ കടയിലെ ചേട്ടൻ്റെ പേര് റജി എന്നാണ്. ചേട്ടനോട് വീഡിയോ എടുത്തോട്ടെ ചോദിച്ചപ്പോൾ ചേട്ടൻ ധൈര്യമായിട്ട് എടുത്തോളാന്നാണ് പറഞ്ഞത്. ചേട്ടൻ തന്നെയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള വഴിയും പറഞ്ഞു തന്നത്. റജിച്ചേൻ്റെ കടയുടെ അവിടെ ബൈക്കും പാർക്ക് ചെയ്തു ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നു. ചെന്നെത്തിയത് ഒരു അരുവിയുടെ ഫ്രണ്ടിലാണ്. പക്ഷെ അവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു. ഈ അവസ്ഥ കണ്ടോടെ വിഷ്ണു പറഞ്ഞു, മുകളിൽ വെള്ളച്ചാട്ടം കാണാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവനെയും കൊണ്ട് മുകളിലോട്ട് പോകാൻ തീരുമാനിച്ചു. ഇതുവഴി കുറച്ച് മുകളിലോട്ട് പോകണം വെള്ളച്ചാട്ടത്തിലെത്താൻ. എന്തായാലും വിഷ്ണു ആദ്യമേ കയറാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ കയറണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സങ്ങ് തളർന്നു. പിന്നെ വെള്ളച്ചാട്ടം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനും കയറാമെന്ന് വിചാരിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഞങ്ങളീ പോകുന്നതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു അരുവി. വെള്ളം നന്നേ കുറവാണ്, എന്നാലും ചെറുതായിട്ട് ഒഴുകുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്താറായെന്നാണ് തോന്നുന്നത്. പോകുന്ന വഴിയൊക്കെ ഒരു ചെറിയൊരു കാടിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ട്. എന്നാലും വലിയ കാടൊന്നുമില്ല, ചെറിയൊരു കാട്, അത്ര തന്നെ.
ചെറിയൊരു അരുവി ക്രോസ് ചെയ്താണ് നമ്മൾ അപ്പുറത്ത് പോകുന്നത്. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ്, കണ്ണാടി പോലത്തെ വെള്ളം. അരുവിയിൽ വെള്ളം നന്നേ കുറവാണ്. മുകളിൽ എന്താണ് അവസ്ഥയെന്ന് അറിയില്ല, അത് നമുക്ക് പോയി നോക്കാം. അങ്ങനെ നടന്ന് നമ്മൾ ഉള്ളിലേക്ക് എത്തിയപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ അവിടെ നിൽപ്പുണ്ട്. വെള്ളം കുറവാണ്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ നിന്ന് അവിടെ ഒന്ന് കുളിക്കുന്നുണ്ട്. നമുക്ക് മുകളിലോട്ടൊന്ന് കയറി നോക്കാം. പ്രതീക്ഷിച്ചത്ര വെള്ളമൊന്നും ഇല്ലെങ്കിലും ഒരു അടിപൊളി വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്ക് നിന്നൊരു പയ്യൻ കുളിക്കുന്നുണ്ട്. അപ്പോഴാണ് മുകളിൽ നിന്ന് കുറച്ച് പേര് ഇറങ്ങി വരുന്നുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്, വെള്ളം കുറവാണ്, എന്നാലും കാണാൻ അടിപൊളിയാണ്, അവരവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വരുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്നാൽ നമുക്ക് മുകളിലോട്ട് കയറി നോക്കാമെന്ന് വിഷ്ണു പറഞ്ഞു. ഈ പാറയുടെ മുകളിൽ കയറണം, അതാണ് ടാസ്ക്. എന്നാലും കയറി നോക്കാം. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നല്ലേ പറഞ്ഞു, എന്നാലും കയറി നോക്കാം. അപ്പോഴാണ് കുറച്ച് പയ്യന്മാർ മുകളിലോട്ട് കയറി പോകുന്നതായിരുന്നു. അവർ പോകുന്ന ആ വഴി അതേ വഴി ഫോളോ ചെയ്തു ഞങ്ങളെ മുകളിലോട്ട് കയറാൻ തീരുമാനിച്ചു. മുകളിലോട്ട് കയറും തോറും വെള്ളം കുറവാണെങ്കിലും അവിടുത്തെ ഒരു ആംബിയൻസ് നല്ല അടിപൊളി ആംബിയൻസ് ആണ്. നല്ല തണുത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത്. ഈ അരുവിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുളിക്കാനാണ് തോന്നിയത്. പക്ഷെ കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുമായിട്ടല്ല ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ആ കുളി വേണ്ടെന്ന് വെച്ചു. അപ്പോഴിതാ അടുത്ത ടാസ്കുമായി വിഷ്ണു വന്നു. അവ ഏതോ ഒരു പാറയുടെ മുകളിൽ വലിഞ്ഞാൻ കയറുകയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പാറയുടെ മുകളിൽ ഞാനെങ്ങനെ കയറും ഈ തടി വെച്ച്? എന്തായാലും കയറിയല്ലേ പറ്റുള്ളൂ. അവ എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് മുകളിലോട്ട് വീട്ടിൽ പോകും. ഇനി എന്നും വരട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഞാൻ കയറി. ഇടയ്ക്കൊന്ന് സ്റ്റക്കായെങ്കിലും ഞാൻ ഒരു വിധത്തിൽ മുകളിൽ കയറിപ്പറ്റി. ആ കയറിയത് എനിക്ക് മാത്രമേ അറിയാവൂ. കയറിക്കഴിഞ്ഞപ്പോഴാണ് അടുത്ത ചിന്ത, ഇതെങ്ങനെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി അത് ഇറങ്ങുമ്പോഴുള്ള കാര്യമില്ലേ, നമുക്കത് അപ്പം നോക്കാം. ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് പോകാനുണ്ട്, പോയി നോക്കാം. പിന്നെ ഒരു കാര്യം, വരുന്നവർ അവരുടെ സേഫ്റ്റി നോക്കി വേണം മുകളിലൊക്കെ കയറാൻ. മഴ സമയത്ത് ഇതൊന്നും അല്ല ഇവിടുത്തെ അവസ്ഥ. ഇങ്ങോട്ട് മുകളിലോട്ട് ഒന്നും കയറാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വെള്ളമായിരിക്കും. എവിടെയോ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വിഷ്ണു ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് മുകളിലോട്ട്. എന്തായാലും അതോട്ട് കയറി നോക്കാം. വിഷ്ണുവിനെ മുന്നേ വിട്ട് ഞാൻ അവൻ്റെ പിറകെ ഇങ്ങനെ പോകുന്നുണ്ട്. അതാകുമ്പോൾ ഫസ്റ്റ് പുലി പിടിച്ച് അവനെയല്ലേ പിടിക്കുന്നുണ്ട്. എനിക്ക് ഓടി രക്ഷപ്പെടും. ഇവിടെ മൊത്തവും പാറയാണ്. വിഷ്ണു ഏതൊക്കെ വള്ളിയിലൊക്കെ തൂങ്ങി നാം മുകളിലോട്ട് കയറുന്നുണ്ട്. ഞാനും അതുവഴി അങ്ങ് പിറകെ വെച്ച് പിടിച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് മുകളിലെത്തിയപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ മനസ്സിനൊരു സമാധാനമായി. ഇവിടെ നിന്നുള്ള വെള്ളമാണ് താഴെ നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ കുറച്ച് പയ്യന്മാരവിടെ നിന്ന് കുളിച്ചോണ്ടില്ലേ.
അതുവരെ എത്തുന്നത്. ഇപ്പോൾ ഇത്രയും വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും മുകളിൽ വരെ വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റത്തില്ല. നിറച്ച് വെള്ളമായിരിക്കും, നമുക്ക് താഴെ വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. വെള്ളച്ചാട്ടമൊക്കെ കണ്ട് എങ്ങനെയൊക്കെയോ ആ പാറയുടെ മുകളിൽ താഴെ വന്നു. ഇഷ്ടമാണെങ്കിൽ നല്ലപോലെ തളർന്നു പാറയൊക്കെ ഇറങ്ങിയപ്പോൾ. ശരിക്കും ഞാനാണ് തളർന്നത്, അവൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അവൻ്റെ അടുത്ത് തളർന്നോന്ന് ചോദിച്ചപ്പോൾ അവന് തളർച്ചയില്ല, വിശപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. തിരിച്ചിറങ്ങിയപ്പോഴാണ് മുകളിൽ നല്ല പോലെ കോട ഇറങ്ങിയിട്ടുണ്ട്. താഴെ വന്നാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ നെട്ടയിലേക്കാണ് പോകുന്നത്. നമ്മൾ സ്ഥിരം പോകുന്ന ഹോട്ടലിലേക്കാണ്. ഇന്ന് അവിടെ ഒരു സ്പെഷ്യലുണ്ട്, അതാണ് അങ്ങോട്ട് വച്ച് പിടിച്ചത്. ഇതാണ് നമ്മൾ സ്ഥിരം വരുന്ന ഹോട്ടൽ. മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, അനിത ഹോട്ടൽ. എന്തൊക്കെ മീനുണ്ടോ നോക്കിയപ്പോൾ നല്ല അടിപൊളി വരാലിരിപ്പുണ്ട്. എന്നാൽ പിന്നെ ചേട്ടൻ്റെ അടുത്തൊരു വരാലെടുക്കാൻ പറഞ്ഞു. ഒരു വരാല് മാത്രമായപ്പോൾ വിഷ്ണു പറഞ്ഞു ഒരു മീനും കൊണ്ട് മതിയാവില്ല, വേറെ ഒരു മീനും കൂടെ പറയാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ സിലോപ്പിൻ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ചേട്ടൻ്റെ അടുത്തൊരു സിലോപ്പിനും കൂടെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ 2 മീനും നമ്മൾ ഫ്രൈക്ക് വേണ്ടി കൊടുത്തിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങി. എന്തായാലും മീൻ ഫ്രൈ ആയി വരെ ഒരു 10 മിനിറ്റ് എടുക്കും. അതുവരെ പുറത്തിറങ്ങി 2-3 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴേക്കും ചേട്ടൻ വിളിച്ചു, മീനായിട്ടുണ്ട് വായോന്ന്. എന്നാൽ പിന്നെ ചെന്നകത്ത് നോക്കിയപ്പോൾ കപ്പയുണ്ട്. ഒരു കപ്പയും വാങ്ങിച്ച് ആ 2 മീനും നമുക്ക് കിട്ടി. ഒരു വരാലും ഒരു സിലോപ്പിനും. രണ്ട് മീനും നല്ല ചൂടോടെ ഇരിക്കുന്നു. വരാലിനാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ്, രക്ഷയില്ല. കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്ത് മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി. ഒരു 10 മിനിറ്റ് കൊണ്ട് ആ 2 മീനിനെ ഈ അവസ്ഥയിലാക്കി നമ്മൾ രണ്ടുപേരും കൂടി. അപ്പോഴേക്കും പുറത്ത് മഴ അങ്ങ് അടിച്ച് പെയ്തു തുടങ്ങി. ഒടുക്കത്തെ മഴയും കാറ്റും. എന്തായാലും കഴിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. മഴ തീരണവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 1 മണിക്കൂർ നിർത്താതെ പെയ്ത മഴയ്ക്കൊരു ശമനമായി. ആ തക്കം നോക്കി ഞങ്ങൾ ബൈക്ക് എടുത്ത് വിട്ടു.
അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഉണ്ടാവണം. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ടാറ്റ, ബൈ ബൈ.